വാഴപ്പള്ളി LPSന്റെ 139ാം വാർഷികാഘോഷ പരിപാടികളുടെ ആരംഭം കുറിക്കുകയാണ്. മോർണിംഗ് സ്റ്റാർ നഴ്സറി സ്കൂൾ കുട്ടികളുടെ സമ്മാന വിതരണമാണ്. സമ്മാന വിതരണം നടത്തുന്നത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ നിധി പ്രമോദാണ്. പൊതുസമ്മേളനത്തോട് അനുബന്ധിച്ചുള്ള സമ്മാന വിതരണത്തിൽ സ്കൂൾ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ ഈ സമ്മേളനത്തിൽ വിതരണം ചെയ്യുന്നതാണ്. മണി മണി മേഘത്തോട്ടിൽ ഒരു മലർ
LKG-യിൽ നിന്നും 4ാം സ്ഥാനം ഹെൻസ ഫാത്തിമ. അടുത്തതായി ടാലന്റ് എക്സാമിനേഷൻ സ്കൂൾ ജാരിയ M. ഐനുൽ ജാരിയ M. അടുത്തതായി ദൈവിക് സജു. ശ്രീറാം ബി. അന ഹാരിസ്. ഹാഫിസ്. ഓട്ട മത്സരം ബോയ്സ്. ആദം ഫിറോസ് ഫസ്റ്റ് പ്രൈസ്. ആദം ഫിറോസ് ഫസ്റ്റ് പ്രൈസ്. അടുത്തതായി ഓട്ട മത്സരത്തിന് UKG-യിൽ നിന്നും ഗേൾസ് അക്ഷിത മനു ഫസ്റ്റ് പ്രൈസ്. ഗേൾസ് വിഭാഗം ഓട്ട മത്സരം സെക്കൻഡ് പ്രൈസ് അഫ്ര ഫാത്തിമ. അടുത്തതായി തൊപ്പിക്കളി ഗേൾസ് വിഭാഗം. നമ്മുടെ ഈ വേദിയിൽ കലാവിരുന്നൊരുക്കുന്ന വാഴപ്പള്ളി LPS-ലെ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം. ആദിശ്രീ 3C, സാലിഹ 4B, അജ്മി 4B, റസിയ 4B, അവനി 4C, അവന്തിക അനീഷ് കുമാർ 2A, അവന്തിക AK 1C, നാരായണി 1C, അനയ്യ 1C, അൻസിയ 2A, തമന്ന 1C, അസ്ന 1B, ശ്രീത ഘോഷ് 1B 1A, സയൂരി 2B, സാദിയ ഫാത്തിമ 1A, മുഹമ്മദ് റൈഹാൻ 3A, B, മുഹമ്മദ് അദ്നാൻ 3C, വിഘ്നേഷ് 4C, അസ്ഫർ അലി 2B, തീർത്ഥ സുരേഷ് 4C, രേവതി 4C, ഹന ഫാത്തിമ S 2B, ഫന്ന ഫാത്തിമ 2B, മുഹമ്മദ് മുർഷിദ് 3B, മുഹമ്മദ് അയാൻ 3B, മുഹമ്മദ് അസ്ഫർ 3A, ആരിഫ് 3A, ആദം അലി, നാദിയ ഫിറോസ് 2B, ഖദീജ 2C, ഫാത്തിമ J 2C, അൽസഫ 2B, നൂറ N 2B, ഫർഹാന നിസാം 2B, അഫ്സ മറിയം 2A, സൽമ സെയ്ദലി, മിൻഹ, ജാക്സൺ സാം 2B, ആദിഷ് 2C, മുഹമ്മദ് സിയാൻ 2C, മുഹമ്മദ് സുഫിയാൻ 2B, മഹാലക്ഷ്മി 4A, ഫാത്തിമ 2B. ആകെ ഫ്രണ്ട് ഇരുന്ന് ഒരു 4 കുട്ടികൾ മാത്രമേ കൈയടിക്കുന്നുള്ളൂ. നല്ല കുട്ടികളായില്ലേ ഞങ്ങള്? വിട്ടോ 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 വിട്ടോ. ആ പോട്ട് 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 പോട്ട്. മുറ്റമിടാകെ കൊണ്ടുവിനാട്ടി
ഉമേനല്ലൂർ വാഴപ്പള്ളി LPSന്റെ 139ാമത് വാർഷികാഘോഷ പരിപാടികളും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മോർണിംഗ് സ്റ്റാർ നഴ്സറി സ്കൂളിൻ്റെ 27ാമത് വാർഷികാഘോഷ പരിപാടികളോടും ചേർന്നുള്ള സ്കൂളിലെ വാർഷിക പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്കൂളിലെ കുട്ടികളെ ക്ഷണിക്കുകയാണ്. അച്ഛനും അമ്മായുമെന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതെ അനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരം ഗുരുവിനെ ഉന്മയാൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെളിഞ്ഞോനെ മാതൃകയായിട്ടും സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നൽകു ഞാൻ നിൻ മുൻപിൽ ഈറനാണിഞ്ഞാമിഴികളോടെ കാരുണ്യമെന്ന് ചൊരിയണേ ഭൂവിലും കാരണമായുള്ള തമ്പുരാനെ. യോഗത്തിന്റെ അധ്യക്ഷൻ സ്കൂൾ മാനേജർ കൂടിയായ ഹാഷിം സാർ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നൗഷാദ് MLA ആണ്. തിരക്കുകൾ കൊണ്ട് അദ്ദേഹം താമസിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആശംസ അറിയിക്കുന്ന പ്രിയപ്പെട്ട വയനാട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് റാഫിക, പ്രിയങ്കരിയായ ഈ വാർഡിൻ്റെ മെമ്പർ മുംതാസിത്ത, 1ാം വാർഡ് മെമ്പർ ശൈലയിത്ത, ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഈ സ്കൂളിൻ്റെ HM ഹാരി സാർ, ടീച്ചർ ഇൻചാർജ് ആഷ ടീച്ചർ, റാഷിദ് സാർ, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന രഞ്ജിത ടീച്ചർ, സഹദ് സാർ, വിഷ്ണു സാർ, പ്രിയമുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ഈ യോഗത്തിൽ സമ്മാന വിതരണത്തിനായി എത്തിയിട്ടുള്ള പ്രിയങ്കരിയായ സീരിയൽ താരം മൃദുല വിജയ്, നമ്മുടെ പ്രിയങ്കരിയായ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഗായിക നിധി പ്രമോദ്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികൾ, രക്ഷിതാക്കൾ, പ്രിയമുള്ള നാട്ടുകാരെ, വാഴപ്പള്ളി LPS 139 വർഷങ്ങൾ പിന്നിടുകയാണ്. നമുക്കറിയാം, വാഴപ്പള്ളി സ്കൂളിൻ്റെ ഈ ജൈത്യ യാത്ര തുടങ്ങിയതിൽ വീഞ്ഞിൻ്റെ കാര്യം പറയുന്നത് പോലെ പഴകുന്തോറും വീര്യം കൂടുമെന്ന് പറയുന്നത് പോലെയാണ് വാഴപ്പള്ളി LPS. ഓരോ വർഷം കൂടുന്തോറും നമുക്ക് പഴയതുപോലെ തന്നെ കുട്ടികൾ ഏറി അതുപോലെ തന്നെ അതേ ക്വാളിറ്റിയിൽ നിലനിർത്താൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ സ്കൂളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ചെറുതായി കാണുന്ന പല കാര്യങ്ങളും, നമ്മൾ ഈ കലോത്സവങ്ങളിലെ കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ പഠന കാര്യങ്ങളിലായാലും എന്ത് കാര്യങ്ങളിലും നമ്മൾ പുറത്ത് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മൾക്ക് വിലയില്ലാതാവുന്നു എന്നുള്ളതാണ്. നമ്മൾ കേൾക്കും വാഴപ്പള്ളി LPS 38 വർഷമായി സബ് ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ വർഷവും LSS സ്കോളർഷിപ്പിന്
5 പേർ സ്കോളർഷിപ്പ് നേടി. അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട്. നിരന്തരം ഈ നമ്മൾ ഇറങ്ങുന്ന മതിൽ അതിന്റെ ഫോട്ടോകൾ വെക്കുന്നുണ്ട്, പത്രങ്ങളിൽ പരസ്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം കേൾക്കുമ്പോൾ വാഴപ്പള്ളി LPSന് സ്ഥിരം സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ എന്ന് നമ്മൾ ഓർക്കാറുണ്ട്. എന്നാൽ ഇത് മറ്റുള്ള സ്കൂളുകൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ തിരക്കാറില്ല. സാധാരണ നമ്മുടെ ഉപജില്ലയിൽ 70ഓളം സ്കൂളുകൾ ഉള്ള LP സ്കൂളുള്ളിടത്താണ് നമ്മൾ ഈ വാഴപ്പള്ളി LPSന് 1ാം സ്ഥാനം കിട്ടുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നില്ല എന്നുള്ളതാണ്. വലിയ മത്സരമാണ് കലോത്സവത്തിന്. നമ്മൾ എയ്ഡഡ് ഗവൺമെന്റ് അൺഎയ്ഡഡ് സ്കൂളുകളുമായിട്ടാണ് നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യുന്നത്. അത്രത്തോളം ടഫ് കോമ്പറ്റീഷനിൽ നിന്നാണ് നമ്മൾ ഈ 1ാം സ്ഥാനം നേടി കലോത്സവങ്ങളിൽ വരുന്നത്. വരുന്ന കാലത്ത് നമ്മുടെ പുതിയ കുട്ടികളുടെ പുതിയ യുഗം നമുക്ക് നല്ലതുപോലെ അറിയാം. നമ്മുടെ കുട്ടികളുമായിട്ട് നമ്മൾക്ക് ഒരിക്കലും കോമ്പറ്റീഷനോ, അവരിടങ്ങളിൽ 5ാം സ്റ്റാൻഡേർഡ് മുതലാണ് ഇംഗ്ലീഷ് പഠനം തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ ഏത് ക്ലാസ് മുതലാണ് തുടങ്ങുന്നത്? നമ്മൾ LKG മുതൽ ഇംഗ്ലീഷ് പഠനം ആരംഭിക്കുകയാണ്. ഹിന്ദി 5ാം സ്റ്റാൻഡേർഡ് മുതൽ തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോഴും LP തലത്തിൽ വന്നിട്ടില്ല. നമ്മൾ എല്ലാ വിഷയങ്ങളും നമ്മുടെ കുട്ടികളെ LKG മുതൽ പഠിപ്പിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം എന്താ? നമ്മളെക്കായും ആ കാലഘട്ടത്തിൽ നിന്നും കുട്ടി അടുത്ത യുഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ജനറേഷൻ നമുക്ക് മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോഴതിനനുസരിച്ചുള്ള ബുദ്ധിവികാസത്തിലും അവരുടെ പെരുമാറ്റത്തിലും എല്ലാ മാറ്റങ്ങളും ഉണ്ടാവും. പണ്ട് കാലങ്ങളിൽ 4ഉം 5ഉം കുട്ടികൾ ഉണ്ടായിരുന്ന വീട്ടിൽ ഇപ്പോൾ 1ഉം 2ഉം കുട്ടികൾ മാത്രമാണുള്ളത്. അവരെ നമ്മൾ വളരെ നല്ല രീതിയിൽ വളർത്തുന്നതിനാണ് നമ്മൾ 2 പേരും ജോലിക്ക് പോയി നമ്മൾ സ്കൂളുകളിൽ കൊണ്ടുവന്നാക്കുന്നത്. അപ്പോഴേ വാഴപ്പള്ളി പോലുള്ള സ്കൂളുകളിൽ നിങ്ങളുടെ കുട്ടികളെ വിശ്വസിച്ച് അതാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മളെ അധ്യാപകർ ഇവിടെ നിൽക്കുന്നത്. രാവിലെ 10 മണി വരെ. പിന്നീട് ഈ ക്ലാസ്സിൽ കയറുന്ന അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ഒരു സമയം പോലും ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. ഞാൻ സ്കൂളിൽ കയറുന്ന സമയത്ത്, ഞാൻ 24 വർഷം പൂർത്തിയാക്കുകയാണ് ഈ വർഷം കൂടെ ആകുമ്പോൾ. ഞാൻ സ്കൂളിൽ കയറുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു സ്റ്റാഫ് റൂം ഉണ്ട്. നമ്മൾ ഇന്റർവെൽ ആകുമ്പോൾ നമ്മൾ ഈ സ്റ്റാഫ് റൂമിൽ വന്നിരിക്കും, അവിടെ നിന്ന് ചായ കുടിക്കും, എന്നിട്ട് ആ ഇന്റർവെൽ അടുത്ത ബെല്ലടിക്കുമ്പോൾ പിന്നെയും ക്ലാസ്സിൽ കയറും. അങ്ങനെ ഒരു പതിവായിരുന്നു. ഇപ്പോൾ 10 മണിക്ക് ഒരു ടീച്ചർ ആ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ 4 മണിക്ക് ബെല്ലടിക്കുന്നത് വരെ അവിടെ ഇരിക്കുകയാണ്. കാരണം അവർക്ക് ഇറങ്ങാൻ കഴിയില്ല. അതുപോലെയുള്ള പഠന പ്രവർത്തനങ്ങളും അതുപോലെ കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മളെ കുട്ടികളെ ഇവിടെ സൂക്ഷിക്കുന്നത്. നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാൻ കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, പൂർണ്ണ സമയം നിങ്ങളെ കുട്ടികളോടൊപ്പം നമ്മുടെ ടീച്ചേഴ്സ് ഇവിടെ കാണും. അപ്പോഴേ അതാണ് വാഴപ്പള്ളി സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇവിടെ അങ്ങനെ ഒരു സ്റ്റാഫ് റൂം പ്രത്യേകിച്ചില്ല. ഞങ്ങൾക്ക് ഒരു ഓഫീസ് റൂം മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പം 10ാം ക്ലാസ്സിലാണ് എൻ്റെ മകൻ പഠിക്കുന്നത്. അവൻ വന്ന് കയറുമ്പോഴേ എനിക്ക് സമയം കിട്ടാറില്ല. ഞാൻ രാത്രി താമസിച്ച് എന്നാലും ചോദിക്കും, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അവനെ കാണുമ്പോഴേ. അതെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. നമ്മൾ താമസിച്ച് വരുന്ന വാപ്പ ആയാലും അവരോട്, നമ്മുടെ കുട്ടികളോട് ഇന്ന് എന്തൊക്കെ ക്ലാസ്സിൽ നടന്നു, എന്തൊക്കെ സ്കൂളുകളിൽ നടന്നു എന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ അവരോട് സംവദിക്കുമ്പോൾ നടത്തുന്ന നമ്മുടെ അധ്യാപകന്റെ ഒരു മനനിലോട് എന്ത് കാര്യത്തിന് നമ്മൾ പറയുമ്പോഴും അത് മാനേജ്മെന്റ് സ്കൂളാണ്, മാനേജ് ചെയ്തോളും, മാനേജർ എല്ലാ സംവിധാനങ്ങളും അവിടെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലിരിപ്പ്. എന്നാൽ മാനേജർ ഇത് ചെയ്ത് അധ്യാപകൻ നിയമിക്കുന്നതോടുകൂടി മാനേജർക്ക് ഇവിടെ റോളില്ല. അങ്ങനെ മാനേജർ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട മൊത്തം കാര്യങ്ങളിലും അതോറിറ്റിയാണ്. നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്കൂളിൽ വരുന്നുണ്ടോ, സ്കൂളുമായി ബന്ധപ്പെട്ട് നോക്കുന്നുണ്ടെങ്കിലും നിങ്ങളാണ്, പൊതുജനങ്ങളാണ് ഇതിനെ നിലനിർത്തേണ്ടത്. ഇത് ഗവൺമെന്റ് സ്കൂൾ തന്നെയാണ്. നമ്മൾ ആരെയാണോ നോക്കുന്നത് അവരല്ല ഇത് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ഈ സ്കൂളിനെ നിലനിർത്തുക എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ പകുതി പേരും ഈ സ്കൂളിൽ പഠിച്ചവർ തന്നെ ആയിരിക്കും. ഇതിൽ കുറവ് വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സ്കൂൾ ഇപ്പോഴും ഈ മുന്നണിയിൽ തന്നെ 1ാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുന്നത്. സ്കൂളുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് സാറാണ്. സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ യോഗത്തിൽ എത്തിയിട്ടുള്ള പ്രിയങ്കരനായ റാഫിക്ക, നമുക്കറിയാം കരുത്തുറ്റ നമ്മുടെ വയനാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. കൂടാതെ നമുക്ക് സമ്മാന വിതരണം നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയങ്കരിയായ സീരിയൽ ആർട്ടിസ്റ്റ് മൃദുല വിജയ്. നമ്മൾ പറയുന്ന സമയത്ത് 6 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ് 5:15 കൊട്ടിയത്തെത്തി വിളി വന്നു, ഞങ്ങൾ കൊട്ടിയത്തെത്തി എന്നുള്ളത്. പ്രിയപ്പെട്ട മൃദുല വിജയിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ ഫിലിമായ പ്രിയപ്പെട്ട നിധി പ്രമോദ് ഈ സ്കൂളിൽ നിന്നും പാടി വളർന്നതാണ്. പങ്കെടുക്കുന്ന പ്രിയങ്കരിയായ നമ്മുടെ വാർഡ് മെമ്പർ, ഊർജ്ജസ്വലയായ വാർഡ് മെമ്പർ പ്രിയപ്പെട്ട ശൈലജയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ടീച്ചർ ഇൻചാർജ് ആശ ടീച്ചറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇനി ഒരു കാര്യം കൂടി ഞാൻ അന്ന് വിട്ടുപോയതാണ്. നമ്മൾ പ്രധാനപ്പെട്ട ഒരു യോഗം കൂടിയാണ് ഇന്ന് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം. നമ്മുടെ ഹാരി സാറിനെ ഓഫീസർമാർ വരുമ്പോഴായാലും മറ്റെല്ലാ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന്
ഒരു വഴികാട്ടിയായി സാറിനെ കണ്ടാണ് നമ്മളെല്ലാം വളർന്നതും സംസാരിക്കാൻ പഠിച്ചതും പ്രസംഗിക്കാൻ പഠിച്ചതും. സാറിന്റെ ആ സംസാര രീതി, സാറിന്റെ പെരുമാറ്റവും ഇപ്പോൾ ഒരു 4-5 വർഷമായി സാറ് HM ആയിരുന്നപ്പോഴുള്ള സാറിന്റെ കോർഡിനേഷൻ. കാരണം ഇതൊരു ഹോട്ട് സീറ്റാണ്. നമ്മൾ ഈ HM എന്ന് പറയുന്നത് ഇത്രയും പേരെ 14 അധ്യാപകർ അല്ലെങ്കിൽ 15 അധ്യാപകർ ഉണ്ടെങ്കിൽ ഈ 15 അധ്യാപകരെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. കാരണം എല്ലാവരും പല 15 അഭിപ്രായക്കാരും 15 സ്വഭാവക്കാരുമായിരിക്കും. ഇപ്പോഴേ എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ഒരുമിപ്പിച്ച് നിർത്തി യാതൊരു പ്രശ്നവുമില്ലാതെ ഈ സ്കൂളിലെ ഈ വികസനത്തിലേക്ക് നയിക്കുന്ന, ഇത്രത്തോളം പ്രാഗൽഭ്യത്തോടു കൂടി നയിക്കുന്ന പ്രിയപ്പെട്ട ഹാരി സാറിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന രഞ്ജിത ടീച്ചറിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നന്ദി പറയുന്ന റാഷിദ് സാർ, എന്നിട്ടുള്ള പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫേഴ്സ്, നമ്മളുമായി ബന്ധപ്പെട്ട LED വാൾ കൊണ്ടുവന്നിട്ടുള്ള സഹോദരങ്ങൾ, സെറ്റ് വർക്ക് ചെയ്യുന്ന ഫാത്തിമ സൗണ്ട്, നമ്മുടെ ഈ സീരിയൽ നടിയെ നമ്മൾക്ക് ഇവിടെ കൊണ്ടെത്തിച്ച് തന്നിട്ടുള്ള ഡ്രീംസ് ഇവന്റ് മാനേജ്മെന്റ് ഇക്ബാൽ, പ്രിയപ്പെട്ട എല്ലാവരെയും ആരെങ്കിലും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരെയും യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, ഇന്ന് ഉമയനല്ലൂർ വാഴപ്പള്ളി LP സ്കൂളിന്റെ 139ാം വാർഷികവും മോർണിംഗ് സ്റ്റാർ നഴ്സറി സ്കൂളിന്റെ 27ാം വാർഷികവും നാം ഗംഭീരമായി ആഘോഷിക്കുകയാണ്. നൂറ്റാണ്ടിലേറെ വർഷങ്ങളിലെ പ്രവർത്തന പരിചയ സമ്പത്തുമായി നമ്മുടെ സ്കൂൾ ഇന്നും വിദ്യാഭ്യാസ രംഗത്ത് മുൻപന്തിയിലാണ്. സ്കൂളിന്റെ 2025-26 അധ്യയന വർഷത്തെ മികവാർന്ന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. LKG മുതൽ 4ാം സ്റ്റാൻഡേർഡ് വരെ 500ഓളം വിദ്യാർത്ഥികളും ഹെഡ്മാസ്റ്റർ ശ്രീ S. ഹാരിസിന്റെ നേതൃത്വത്തിൽ 18 അധ്യാപകരും 2 പാചക ജീവനക്കാരും 2 ആയമാരും ഉൾപ്പെടുന്നതാണ് നമ്മുടെ സ്കൂൾ. ഗുണമേന്മ വിദ്യാഭ്യാസത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ചാത്തന്നൂർ ഉപജില്ലയുടെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന വിദ്യാലയമാണിത്. ഈ വർഷം കണ്ണനല്ലൂർ MKLM HSSൽ വെച്ച് നടന്ന ചാത്തന്നൂർ ഉപജില്ലാ കലോത്സവത്തിൽ മുഴുവൻ പോയിന്റുകളും നേടി നമ്മുടെ സ്കൂൾ ഫസ്റ്റ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. 45-ൽ 45 പോയിന്റോടെ അറബിക് കലോത്സവത്തിലും നമ്മുടെ കുട്ടികൾ ഫസ്റ്റ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ചാത്തന്നൂർ NSS HSSൽ നടന്ന ഉപജില്ലാ ശാസ്ത്രമേളയിലും സാമൂഹ്യ ശാസ്ത്രമേളയിലും നമ്മുടെ സ്കൂൾ തിളക്കമാർന്ന വിജയങ്ങളിലൂടെ ചാമ്പ്യൻഷിപ്പ് നേടി. ഇത്തരം വലിയ വിജയങ്ങൾ നേടാൻ സ്കൂളിനെ പ്രാപ്തമാക്കിയത് ഇവിടുത്തെ കർമ്മനിരതരായ അധ്യാപകരും പ്രയത്നശാലികളായ വിദ്യാർത്ഥികളുമാണ്. അവരെ ഈ അവസരത്തിൽ ഹാർദമായി അഭിനന്ദിക്കുന്നു. 8 മണിക്ക് നമ്മൾ അടുത്ത പരിപാടി തുടങ്ങാവുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അധ്യക്ഷൻ എന്ന നിലയിൽ 2 വാക്ക് സംസാരിച്ചുകൊണ്ട് ഞാൻ മറ്റു ചടങ്ങിലേക്ക് കടക്കാം. പ്രിയങ്കരനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടെ എത്തിയിട്ടുള്ള മൃദുല വിജയ്, നിധി പ്രമോദ്, നമ്മുടെ ശൈല, മുംതാസ്, വാർഡ് മെമ്പർമാർ, നമ്മുടെ സ്കൂളിലെ സീനിയർ ടീച്ചർ, അടുത്ത ഹെഡ് മിസ്ട്രസ്സായിട്ട് വരുന്ന ആശ ടീച്ചർ, അതിലെല്ലാം ഉപരി 34 വർഷം ഈ സ്കൂളിൽ അധ്യാപകനായും 4 വർഷം അവസാനത്തെ 4 വർഷം ഹെഡ് മാസ്റ്ററായും സേവനമനുഷ്ഠിച്ച, എന്നോടൊപ്പം ഈ സ്കൂളിൽ എൻ്റെ വലം കൈയായി നിന്നിട്ടുള്ള ഹാരി സാർ തുടങ്ങി പ്രിയങ്കരായ രക്ഷകർത്താക്കളെ, നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആ പ്രവർത്തന മികവുകളെക്കുറിച്ചുമൊക്കെ റാഫി സാറും തുടർന്ന് റിപ്പോർട്ട് അവതരിപ്പിച്ച രഞ്ജിത ടീച്ചറൊക്കെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ ഉപജില്ലയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന എയ്ഡഡ് സ്കൂളാണ് നമ്മുടെ സ്കൂള്. ഞാനേ പെട്ടെന്ന് നിർത്താം, നമ്മുടെ പിള്ളേർ സംസാരിക്കരുത് കേട്ടോ. എല്ലാവരും മിണ്ടാതിരുന്നാൽ പെട്ടെന്ന് നിർത്തും. നമ്മുടെ സ്കൂള് ഈ റോഡിൽ നല്ല തലയുയർത്തി നിന്ന സ്കൂളാണ്. ഇപ്പോൾ 3 വർഷം അയാൾ ഇവിടെ വന്നിട്ട്, ജനുവരിയിൽ 3 വർഷം പൂർത്തിയായി, ജനുവരി 10. ഇതിപ്പോൾ 4ാമത്തെ വർഷത്തിലേക്ക് നടക്കുകയാണ്. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ സ്കൂളിന് ഇപ്പോഴുള്ളത്. എന്നാൽ ചില മെച്ചങ്ങൾ ഈ റോഡ് സൈഡിൽ നിന്നപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കൊരു പ്രതിസന്ധി ഉള്ളത്, നമ്മുടെ ഈ റോഡ് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിൻ്റെ മറുവശത്തു നിന്നുള്ള രക്ഷാകർത്താക്കൾക്ക് ഇങ്ങോട്ട് വരുന്നതിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നു.
ഞങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ഈ സ്കൂളിൽ 99% കുട്ടികളും വാഹനങ്ങളിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. നിങ്ങളെല്ലാവരും ഈ സ്കൂളുമായി ആത്മാർത്ഥമായി സഹകരിക്കണം. നിങ്ങളുടെ കുട്ടികളെ ഇനിയുള്ളവരെയും ഈ സ്കൂളിൽ തന്നെ പഠിക്കാൻ നിർബന്ധമായും പഠിപ്പിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വരുന്ന കുട്ടികളെ പഠിപ്പിക്കാനേ അധ്യാപകർക്ക് കഴിയും. കുട്ടികളെ എത്തിക്കേണ്ട ജോലി നിങ്ങളാണ്. നിങ്ങളുടെ കുട്ടികളും നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികളും നിങ്ങളുടെ അയലത്തുള്ള കുട്ടികളെയൊക്കെ നമ്മുടെ സ്കൂളിൽ എത്തിച്ച് ഈ സ്കൂൾ നല്ല സ്കൂളാക്കി മാറ്റാൻ നിങ്ങളുടെ ആത്മാർത്ഥമായ സമീപനം ഉണ്ടാവണം. ഈ സ്കൂളിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ വരും കാലങ്ങളിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തും. ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ നിരവധി ആൾക്കാർ ഇന്ന് നല്ല നിലയിൽ ഇരിക്കുന്നവരുണ്ട്, നല്ല വലിയ വലിയ ഉദ്യോഗങ്ങളിലൊക്കെ ഇരിക്കുന്നവരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ഞങ്ങൾ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി ആത്മാർത്ഥമായി സഹായിച്ചാൽ ഈ സ്കൂളിലെ എല്ലാ ക്ലാസ് റൂമിലും AC വയ്ക്കാൻ നമുക്ക് കഴിയും. വലിയ വിദൂര ഭാവിയിൽ വലിയ താമസമില്ലാതെ ഒരുപക്ഷെ നമ്മളത് ചെയ്യും. നമുക്ക് തടസ്സമായി നിൽക്കുന്നത് കറണ്ട് ചാർജ്. ഇപ്പം തന്നെ ഫാൻ ഉപയോഗിച്ചാൽ പോലും 5000 രൂപ 2 മാസം കൂടുമ്പോൾ അടയ്ക്കണം. അപ്പം AC വെച്ചാലോ? AC-ക്ക് വില കുറവാണ്, പക്ഷേ കറണ്ട് ചാർജ് അടയ്ക്കാനോ? അപ്പം നമ്മൾ സോളാർ ഉപയോഗിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് AC പ്രവർത്തിപ്പിക്കുക എന്ന ഒരാഗ്രഹം മാനേജർക്കുണ്ട്. സഹായിക്കാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും തയ്യാറായി നിൽക്കണം. നമ്മുടെ PTA പ്രസിഡന്റ് അടക്കം, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് ഇന്നലെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ആത്മാർത്ഥമായി സഹായിക്കണം. പഞ്ചായത്ത് സഹായിച്ചാൽ പോരാ, വ്യക്തിപരമായി സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അതിലൊന്നും മാറ്റമില്ല, അതൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടികളെ നമ്മുടെ സ്കൂളിൽ എത്തിക്കുക. നിങ്ങൾ മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി, അത് നടത്തണം. നിങ്ങളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്യണം എന്ന് മാത്രം ആണ് എനിക്ക് ഈ വേളയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ബാക്കിയെല്ലാം അധ്യാപകരും മാനേജ്മെൻറ്റും എല്ലാം ചേർന്ന് ചെയ്തു തരും. തീർച്ചയായും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് മാത്രമാണ് അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്നോടൊപ്പം 34 വർഷം പ്രവർത്തിച്ച നമ്മുടെ പ്രിയങ്കരനായ ഹാരിസ് സാറ് 2 മാസം കൂടെ കഴിയുമ്പോൾ ഈ സ്കൂളിൻ്റെ പടികൾ ഇറങ്ങുകയാണ്. ഞങ്ങളൊരു നല്ല ടീം, എൻ്റെ പ്രായവും 2 വയസ്സിൻ്റെ വ്യത്യാസമാണ്. ഇങ്ങനെയുള്ളൊരു 10-12 പേര് ഒരേ മനസ്സോടെ നിന്നാണ് ഈ സ്കൂൾ കെട്ടിപ്പടുത്തത്. കഴിഞ്ഞ തലമുറ പുതിയ തലമുറയ്ക്ക് വഴിമാറുകയാണ്. എല്ലാം തുടർച്ചയായി പറഞ്ഞു കൊടുത്തുകൊണ്ട് എല്ലാവരും വഴിമാറുകയാണ്. തീർച്ചയായും ഞങ്ങളെക്കാൾ നല്ലൊരു തലമുറയാണ് വന്നു ചേർന്നിട്ടുള്ളത്. നിങ്ങളുടെ കുട്ടികൾ ആത്മാർത്ഥമായി നിങ്ങളുടെ കുട്ടികളെ കൈകാര്യം ചെയ്യും. അപ്പോൾ ഈ സ്കൂളിന് വേണ്ടി എല്ലാ കാര്യത്തിലും, ഒരു ഓഫീസ് കാര്യത്തിലായാലും നമ്മൾ എന്തെങ്കിലും വേറെ ഇടപെടലായാലും എല്ലാ കാര്യത്തിലും മാനേജ്മെൻറ്റിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ഹാരിസ് സാറിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി പ്രത്യേകം യാത്രയയപ്പം അനുമോദനവും ആശംസകളും അർപ്പിക്കുന്നു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം ആയിട്ടാണ് പങ്കെടുക്കുന്നത്. എല്ലാവരെയും മാനേജ്മെൻറ്റിന് വേണ്ടി കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ MLA ആണ്. MLA ഒരു പക്ഷേ ഇനിയും ലേറ്റ് ആവും. ഇന്ന് 6-7 സ്കൂളിലെ പ്രോഗ്രാമുണ്ട്. അതുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാനായി നമ്മുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ റാഫിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നമ്മുടെ ഈ സ്കൂളിലെ മാനേജര് പ്രിയങ്കരനായ ഹാഷിം സാറ് ഉദ്ഘാടനം എത്താൻ വൈകി, അതിൻ്റെ ഭാഗ്യം എനിക്കാണ് കിട്ടിയത്. അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രിയങ്കരനായ നമ്മുടെ ഈ സ്കൂളിലെ അധ്യാപകനും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ AM റാഫി, ഏറെ പ്രിയങ്കരനായ 34 വർഷം ഈ സ്കൂളിലെ സേവനം
അനുഷ്ഠിച്ച 6 വർഷക്കാലം ഈ സ്കൂളിൻ്റെ HM ആയിരുന്ന പ്രിയങ്കരനായ ഈ സ്കൂളിൻ്റെ എല്ലാമായ ഹാരി സാർ, ഈ വാർഡിൻ്റെ മെമ്പർ മുംതാസ്, നമ്മൾ 1-ാം വാർഡ് മെമ്പർ ഷൈല, നമ്മളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ച രഞ്ജിത ടീച്ചർ, മറ്റ് നിധി പ്രമോദ്, അതേപോലെ തന്നെ നമ്മളുടെ ഇവിടുത്തെ വിശിഷ്ട അതിഥി മൃദുല വിജയ്, മറ്റ് പ്രിയമുള്ള അധ്യാപകര്, രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ, സന്തോഷം തോന്നിയാണ്. കാരണം ഈ ഒരു പങ്കാളിത്തം, കാരണം കുട്ടികളെല്ലാം കലാപരിപാടികളുടെ പുറകെ നിൽക്കുകയാണ്, അതിൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ്. രക്ഷകർത്താക്കൾ ഏറ്റവും കൂടുതലുള്ള, ഞാൻ ഇന്ന് 5-ാമത്തെ പരിപാടിയാണ്, രാവിലെ മുതൽ ഓരോ സ്കൂളിലെ പരിപാടികൾ പോയിക്കൊണ്ടിരിക്കുക. 5-ാമത്തെ പരിപാടി, വളരെ സന്തോഷം തോന്നുന്നു, നിറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്കൂള്. കാരണം എന്തുകൊണ്ടും നമുക്ക് ഒരു ശാന്ത സുന്ദരമായ ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ഈ സ്കൂള്. NH നിന്ന് മാറി 3 വർഷമായിട്ട് ഇവിടെ വന്നു. NH-ന്റെ കാര്യത്തിൽ ഇപ്പം നമ്മുടെ അധ്യക്ഷ ആശും സാർ പറഞ്ഞു, വളരെ വിഷയമാണ്. ഇനി ഇവിടുന്ന് എത്ര വതില് പൊക്കി കെട്ടിയാലും തീർച്ചയായിട്ടും സാറേ നിങ്ങളെ സ്കൂളിൽ വരുന്ന കുട്ടികളെ എവിടുന്നായാലും കൊണ്ടുവന്ന് ഈ സ്കൂളിൽ തന്നെ ചേർക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. കാരണം കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയൊരു സ്കൂളായി നമ്മളെ ഈ വാഴപ്പള്ളി സ്കൂള് മാറിയിരിക്കുകയാണ്. സാറ് പറഞ്ഞതിനകത്തും കാര്യമുണ്ട്. കാരണം അശാസ്ത്രീയമായ രീതിയിലുള്ള ഹൈവേ നിർമ്മാണമാണ് നമ്മുടെ ഈ പ്രദേശത്ത് നടന്നിരിക്കുന്നത്. കാരണം മേവറം മുതൽ കൊട്ടിയം വരെയുള്ള വൻ മതിലുകളാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. വളരെ അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണം. കാരണം ഞാൻ മേവറത്ത് എന്തായാലും അത് പൊളിച്ചു മാറ്റുന്നുണ്ട്. അതൊക്കെ ചതുപ്പ് വയല് ഭാഗം, അതിനങ്ങനെ പരക്കുളത്ത്, അങ്ങനെ ഉമയല്ലൂരാണെങ്കിൽ ഗുഹ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഉമയല്ലൂര് നമ്മളൊരു 4 മണിക്ക് ശേഷം പോയി എന്ത് തിരക്കാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതി കഴിഞ്ഞ 22-ാം തീയതി ഞങ്ങൾ അതിൻ്റെ ഒരു പ്രമേയം പാസ്സാക്കി, അതിൻ്റെ റെസൊല്യൂഷൻ ഞങ്ങൾ ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. ഉടൻ ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ടീം കേന്ദ്ര ഗതാഗത മന്ത്രിയെ കാണാൻ പോവുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയൊന്നും അതിനകത്ത് ഒരു നെൽക്കടല പോലും ഒരു സംഭവം പോലും നടത്തിയില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും ഞങ്ങളെ 72 വർഷത്തിന് ശേഷം ഞങ്ങളെ ഭരണമേൽപ്പിച്ചിരിക്കുകയാണ് മയ്യനാട്ടെ ജനത. തീർച്ചയായിട്ടും മയ്യനാട് ഒരു വികസന പഞ്ചായത്താക്കി മാറ്റുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം സാറ് നേരത്തെ ഇവിടെ പറഞ്ഞ് ഇവിടെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ അഭാവമുണ്ട്, കമ്പ്യൂട്ടറൊക്കെ പോയിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ സഹായിക്കും, തീർച്ചയായിട്ടും ചെയ്യും. ഇനിയും ഒരു ഒരു കടമയുടെ കടക്കാനുണ്ട് മാനേജരെ. തീർച്ചയായിട്ടും ഒരു 2 ആഴ്ചക്കൊക്കെ അറിയാം. ആ കടമയുടെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ സ്കൂളിന് ഒരു സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സർവീസിന് സഹായിക്കും. അതേപോലെ തന്നെ സാറ് പറഞ്ഞു ഈ നമ്മളെ മയ്യനാട് പഞ്ചായത്തിലെ ഒരു മുത്തശ്ശി സ്കൂൾ, കാരണം എന്ന് പറയാൻ നമ്മളെ പഞ്ചായത്തിൽ 4 മുത്തശ്ശി സ്കൂളുണ്ട്. എല്ലാ 100 വർഷം 136, 139, 136. രാവിലെ പോയത് 136. ആലമുട് സ്കൂള്, കണിച്ചേരി സ്കൂള്, കാക്കോട്ടുമുല സ്കൂള്, വാഴപ്പള്ളി സ്കൂള്. അഭിമാനിക്കാവുന്ന സ്കൂൾ. കാരണം ഞാനും ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. എനിക്കും അഭിമാനിക്കാവുന്ന സംഭവം സ്കൂള്. ഇവിടുത്തെ ആധുനിക സൗകര്യങ്ങൾ, ഹൈടെക് ബാത്റൂം എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത്രത്തോളം വളരെ ഭംഗിയായിട്ടാണ് നമ്മളെ സ്കൂളിനെ കൊണ്ടുപോകുന്നത്. വളരെ നല്ല സന്തോഷം തോന്നുകയാണ്. കാരണം ഉച്ചഭക്ഷണം പറഞ്ഞ് വളരെ വൃത്തിയായിട്ട് സാറ് പോയി നിന്ന്, നമ്മളത് മാനേജ്മെന്റ് ആശും സാറാ പോയി നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നത്. ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഇവിടുന്ന് അന്ന് ഇച്ചിരി കഞ്ഞിയും പയറുമാണ് ഞാൻ കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോ ഊണ് രാവിലെ മുട്ട, പാല്, പിന്നെ ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം.
ഒരു ദിവസം മീനാണെങ്കിൽ ഒരു ദിവസം ചിക്കൻ, അങ്ങനെയൊക്കെയുള്ള നല്ല ഭക്ഷണങ്ങൾ ഉൾപ്പെടെ ഉള്ള നല്ല ആഹാരമാണ് ഇവിടെ കൊടുക്കുന്നത്. ഞങ്ങളുടെ കാലഘട്ടങ്ങളല്ലോ ഇതെല്ലാം ഹൈടെക് സ്കൂളുകളാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഉണ്ടായിരുന്നു. അന്ന് രക്ഷകർത്താക്കൾ വരുമോ? അന്ന് രക്ഷകർത്താക്കൾ സ്കൂളിൽ വരുന്നത്, സ്കൂളിൽ കൊണ്ടുവരുന്നത് ഞങ്ങളെ ചേർക്കും. പിന്നെ വരുന്ന എപ്പോഴാ? CC മേടിക്കാൻ വരും. 4 വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത ദിവസം. കാരണം നമ്മളെ വാഴപ്പള്ളി സ്കൂളിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ വാഴപ്പള്ളി സ്കൂള് ഇന്ന് ഈ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ലൊരു സ്കൂളായി മാറിയിരിക്കുന്നതാണ് സത്യം. കാരണം നമ്മൾ ഈ സ്കൂളിൽ നിന്നൊരു കുട്ടി മറ്റുള്ള സ്കൂളിൽ പോവുകയാണെങ്കിൽ ആ സ്കൂളിൽ നിങ്ങൾ വാഴപ്പള്ളി സ്കൂളിൽ പഠിച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റിയിൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കും. അതൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു സംഭവമാണ്. കാരണം ഞാൻ തിരക്കിപ്പിക്കുന്നത്, കാരണം കുട്ടികളുടെ പരിപാടികളാണ് പ്രധാനം. ഒരുപാട് പരിപാടികൾ നടത്തേണ്ടിയിരിക്കുന്നു. 10 മണിക്ക് പരിപാടി ക്ലോസ് ചെയ്യണം. അതേപോലെ നമ്മൾ വാഴപ്പള്ളി സ്കൂളിലെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള സംഭവം ഒരു പുസ്തകത്തൊട്ടിൽ സംവിധാനം. അത് വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. കാരണം ഒരു അറിവ് പകർന്നു കൊടുക്കുന്നതാണ് കുട്ടികൾക്ക്. നിങ്ങൾ രക്ഷകർത്താക്കളെക്കാൾ കൂടുതലായി നമ്മൾ അധ്യാപകരാണ് ഇവിടെ കുട്ടികളെ കയറാൻ. നിങ്ങൾ ചിരിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ആ സമയത്ത് സീരിയലൊക്കെ കാണുക, അതല്ലെങ്കിൽ മൊബൈലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അധ്യാപകരാണ് അവർ വിളിച്ചാൽ റാഫി സാറോട് പറഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ കെയർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. സ്കൂളിൽ അവർ ഭക്ഷണം കഴിക്കുന്ന കുട്ടികളെ മുന്നിൽ വെച്ച് അവർ റൂമിൽ പോയല്ല കഴിക്കുന്നത്. അത്രത്തോളം പഠിത്തത്തിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അനുഭവം. കാരണം ഇന്നത്തെ സമൂഹം എന്ന് വളരെ വിഷയമല്ലേ, ലഹരിയിൽ ഭയങ്കരമായ വിഷയങ്ങളാണ്. കൊച്ചു 12ഉം 13ഉമുള്ള വയസ്സുള്ള 14ഉം 15ഉം വയസ്സുള്ള കുട്ടികൾ ലഹരിക്ക് അടിമകളാവുകയാണ്. കഞ്ചാവ് കേസിൽ MDMA എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും. ആ തൊട്ടടുത്ത 1 വർഷത്തിന് മുമ്പ് നമ്മളെ തൊട്ടടുത്ത തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ചവരെ കറക്റ്റ് ചെയ്യണം. അതാണ് ഏറ്റവും. ഞാൻ അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ സ്കൂള് വാഴപ്പള്ളി സ്കൂള് ഇനിയും ഒരുപാട് ഉയരങ്ങളിലോട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വാക്കുകൂടെ നമ്മളെ സാറ് പ്രിയങ്കരനായ നമ്മളിന്ന് സാറ് 2 മാസം കൂടെ ഉള്ളു. കാരണം സാർ ഈ 34 വർഷം നമ്മളെ സ്കൂളിൽ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. 6 വർഷം നമ്മൾ ഹെഡ് മാസ്റ്റർ. ഒട്ടനവധി കാര്യങ്ങൾ സാറിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സ്കൂൾ ഇങ്ങോട്ട് വന്നത്. ഏറ്റവും വലിയൊരു ഹൈടെക് സ്കൂളാക്കിയത് സാറാണ്. സാറ് അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഡിപ്പാർട്ട്മെന്റ് തലത്തിലും ഒരുപാട് സാറിൻ്റെ സ്വാധീനം, സാറിൻ്റെ ചെറിയ സ്വാധീനമല്ല, സാറൊരു സംഘടനയുടെ നേതാവാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി മിനിസ്റ്റർമാരുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനുള്ള ഫണ്ടുകളെല്ലാം കാര്യങ്ങളെല്ലാം പടപടാ നീക്കി നമുക്ക് ഏറ്റവും പ്രധാനമായ ഏറ്റവും സുപ്രധാനമായ ഏറ്റവും നല്ലൊരു സ്കൂള് നമുക്കിവിടെ ആക്കി തന്നു. ആ സാർ നമ്മളിൽ നിന്ന് 2 മാസത്തിന് പോകാണ്. ആ സാറിനെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് നമ്മളെ സ്കൂൾ ഒരുപാട് ഉയരങ്ങളോട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 139ാം വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത മയ്യനാട് പഞ്ചായത്ത് പ്രസിഡന്റ്, എൻ്റെ സഹപ്രവർത്തിക, ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, എൻ്റെ ആദരണീയരായ അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഞാൻ എല്ലാവർക്കും ആദ്യമായി നമസ്കാരം പറയുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ 139ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ സന്തോഷമായ നിമിഷത്തിൽ എനിക്കിവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. ഒരു വർഷം മുഴുവൻ ഈ അധ്യാപകരും കുട്ടികളും കഠിന പരിശ്രമം നടത്തി ഇന്ന് നമ്മുടെ ഈ സ്കൂളിൻ്റെ വാർഷികം ആഘോഷിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ സ്കൂളിൻ്റെ കൂടുതലൊന്നും പറയില്ല, കാരണം എല്ലാവരും പരിപാടികൾ കാണാനും കുട്ടികളെല്ലാം ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല, 2 വാക്കുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വം വളരാനും നല്ല മനുഷ്യരാക്കാൻ സഹായിക്കാനും ചെയ്യുന്ന ഒരു പാതയാണ്. ഈ സ്കൂളിൻ്റെ അധ്യാപകരുടെ സമർപ്പണവും രക്ഷിതാക്കളുടെ പിന്തുണയുമാണ് നമ്മുടെ ഈ സ്കൂളിലെ കലാപരിപാടികൾ വലിയ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നത്. അതിന് ഞാൻ ഈ സ്കൂളിലെ അധ്യാപകരെ ഈ സമയത്ത് അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം 2 വർഷം ഇതിന് തുടർച്ചയായി പല വർഷങ്ങളിലും നമ്മുടെ സ്കൂളുകളിൽ നിന്നും
ഉപജില്ലാ കലോത്സവത്തിലും അറബിക് കലോത്സവത്തിലും നമ്മുടെ സ്കൂള് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മേടിച്ചിട്ടുള്ള സ്കൂളാണ്. നമ്മുടെ ഈ സ്കൂൾ ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും നമ്മളുടെ ഇന്ന് സ്കൂളിൽ നിന്നും പടിയിറങ്ങുന്ന ഹാരിസ് സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്പെട്ട അധ്യക്ഷ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വാഴപ്പള്ളി സ്കൂളിൻ്റെ 139ാമത് വാർഷികവും മോർണിംഗ് സ്റ്റാർ നഴ്സറി സ്കൂളിൻ്റെ 27ാമത് വാർഷികവും കൊണ്ടാടുന്ന ഈ വേളയിൽ ഈ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും മാനേജ്മെൻറ്റിനും സ്റ്റാഫുകൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ സാറ് 2 വാക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് ഒരു 2-3 വാക്ക് സംസാരിക്കണം. കാര്യം വെച്ചാൽ ഇപ്പം നമ്മുടെ 139ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വർണ്ണാഭമായ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോഴേ അധികം ദീർഘിപ്പിക്കുന്നത് ശരിയല്ല. എങ്കിലും ഞങ്ങളുടെ കൂടെ 34 വർഷം ഈ സ്കൂളിൻ്റെ കരുത്തായി നിന്ന ഹാരിസ് സാറ് 2 മാസം കൂടെ കഴിയുമ്പോൾ ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങിയാണ്. സാറിനെ പറ്റി സംസാരിക്കുമ്പോൾ ഈ സ്കൂളിൻ്റെ അധ്യാപകനായും പ്രഥമാധ്യാപകനായും സാറ് ഇവിടെ വിരാജിച്ച സമയത്ത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നിനെയും പേടിക്കണ്ടായിരുന്നു. കാര്യം സാറ് ഒരു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിമാരിലൊരാളായിരുന്നു. അതുപോലെ നേരത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ കണക്ക് സാറിൻ്റെ പവർ ഭയങ്കരമായിരുന്നു. കാര്യം വെച്ചാൽ ഏതൊരു കാര്യം വന്നാലും ഹാരിസ് സാർ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒന്നും അറിയേണ്ടതില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാനേജർ ഹാഷിം സാറ്, ഇവർ 2 കൂടെ അടങ്ങിയ ഒരു ശക്തി എന്ന് പറയുമ്പം ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയായിരുന്നു, ബാക്കിയെല്ലാം അവർ നോക്കിക്കൊള്ളുമായിരുന്നു. ഇപ്പം ഞാനൊക്കെ കയറിയപ്പം ഞങ്ങളെ ഒരു യുവ തലമുറ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഓരോരുത്തരായിട്ട് ഇറങ്ങി അവസാനം ഹാരിസ് സാറും അടുത്ത വർഷം റീ ടീച്ചർ പിന്നെ ഒരു 3 വർഷം കഴിയുമ്പോൾ ഞാനും കൂടെ ഇറങ്ങി കഴിയുമ്പം ഞങ്ങളുടെ ആ തലമുറ അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ അതായത് നമ്മുടെ ഇപ്പോഴും മാറുന്ന കാലത്തിനനുസരിച്ച് നല്ല കരുത്തുറ്റ, അതായത് ആ മാറ്റത്തിന് അനുസരിച്ച് പോകാൻ ഉതകുന്ന രീതിയിലുള്ള കരുത്തുറ്റ ഒരു കൂട്ടം അധ്യാപകരെയാണ് ഹാഷിം സാർ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പടിയിറങ്ങുമ്പോഴത്തേക്ക് അതായത് പടിയിറങ്ങുമ്പോഴല്ല, ഇപ്പം മുതൽ തുടങ്ങിക്കഴിഞ്ഞു എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും എല്ലാ രീതിയിലുള്ള പരിഷ്കാരങ്ങളും നടപ്പിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൂട്ടം അധ്യാപകരും അതുപോലുള്ള എല്ലാ മാറ്റത്തിനും സഹായിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മാനേജരും, അതുപോലെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ വാർഡ് മെമ്പറായിരുന്ന ശ്രീമാൻ റാഫി സാർ ഇപ്പം പഞ്ചായത്ത് പ്രസിഡൻ്റായി മാറിയിരിക്കുകയാണ്. അപ്പോഴേ ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഹാരിസ് സാർ ഇറങ്ങുമ്പം അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു നേതാവിനെയും കിട്ടി, റാഫി സാറ്, ഞങ്ങളുടെ അധ്യാപകനായ റാഫി സാറ്. അപ്പം അപ്പോഴും ഞാൻ പിന്നെ ഇതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ ബാക്കി കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കരുത്തായി എല്ലാ തലത്തിലും ഇതുപോലെയും അല്ലെങ്കിൽ ഒരുപടി ഇതിനേക്കാൾ മെച്ചമായി തന്നെ ഞങ്ങൾ പ്രവർത്തിക്കും. അതുകൊണ്ട് എല്ലാവരും സംശയലേശമെന്നേ നിങ്ങളുടെ കുട്ടികളെ വിടുക, ഒരു സംശയവും വേണ്ട. ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങൾ അവരെ നന്നായി സംരക്ഷിക്കും. ഇത് ഞങ്ങളുടെ ഉറപ്പാണ്. നന്ദി, നമസ്കാരം. എത്തിച്ചേർന്നിരിക്കുന്ന പാരൻസ്, ടീച്ചേഴ്സ്, എൻ്റെ കുഞ്ഞു മക്കൾക്ക് നമസ്കാരം. ഹായ്. യെസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ സീരിയൽ കണ്ട് അറിയാമായിരിക്കും, അല്ലെങ്കിൽ സ്റ്റാർ മാജിക് കണ്ടിട്ട് അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ വന്നപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞൊരു വാം വെൽക്കം ആയിരുന്നു എല്ലായിടത്തു നിന്നും ഉണ്ടായിരുന്നത്. ബിക്കോസ് എല്ലാ അമ്മമാരുടെ അടുത്തു നിന്നും വളരെ നല്ലൊരു സ്നേഹം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി. താങ്ക് യു സോ മച്ച്. അതൊക്കെ കളങ്കമില്ലാത്ത സ്നേഹമാണ് എന്നുള്ളത് നിങ്ങളുടെ ഓരോ ടച്ചിലും അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. ശരിക്കും ഞാൻ ചെയ്ത പല ക്യാരക്ടേഴ്സും നിങ്ങളിലേക്ക് എത്തി എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. പിന്നെ ഞാൻ ഇവിടെ വന്ന സമയത്ത് കുഞ്ഞു കുട്ടികൾ ഇവിടെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതൊക്കെ കണ്ടു.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എൻ്റെ മോൾ ധ്വനിയുടെയും ഡാൻസ് ഉണ്ട്, അവളുടെ സ്കൂൾ പഠിക്കുന്ന. അപ്പോൾ നാളെ ഞാൻ അവളെ കൊണ്ട് പോവാണ് ഡാൻസിന്. അപ്പൊ നിങ്ങൾ അമ്മമാർ ഇവിടെ ഇരുന്ന് കുട്ടികളുടെ ഡാൻസ് കാണുമ്പോൾ ടെൻഷൻ അടിക്കുന്ന പോലെ ഞാൻ അവിടെ ഇരുന്നിട്ട് ടെൻഷൻ അടിക്കായിരുന്നു. ദൈവം തെറ്റിക്കോ, എന്തെങ്കിലും കുഴപ്പം പറ്റുമോ, നിന്ന് പോകും എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ബിക്കോസ് നാളെയും ഞാനിത് അനുഭവിക്കണം. നാളെ ധ്വനീനെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കിയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കിവിടെ വേറെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഇടയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് മീൻസ് ഫങ്ഷൻസിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂളുകളിലാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു അമ്മയായതുകൊണ്ടായിരിക്കാം മേ ബി എന്നെ സ്കൂളുകളിൽ വിളിക്കുന്നത്. കാരണം അമ്മമാരുമായിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മളാണല്ലോ. സോ അതുകൊണ്ടെന്ന് വിചാരിക്കണു. എനിവേ, എനിക്ക് ഇവിടേക്ക് വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. വാഴപ്പള്ളി LPS സ്കൂൾ 139ാം വാർഷികവും അതേപോലെ തന്നെ മോർണിംഗ് സ്റ്റാർ നഴ്സറി സ്കൂളിൻ്റെ 27ാം വാർഷികവുമാണ്. അപ്പോൾ ഇവിടേക്ക് എന്നെ വെൽക്കം ചെയ്ത ഈ സ്കൂളിനും അതേപോലെ തന്നെ ഇവിടേക്ക് എന്നെ കൊണ്ടുവന്ന ഡ്രീം ഇവൻസിനും ഞാൻ ആക്ച്വലി ഡ്രീം മേക്കേഴ്സ് ഇവൻസിനും എൻ്റെ വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. എനിവേ, താങ്ക് യു സോ മച്ച്. പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്ത് പറയേണ്ട ഐറ്റം, നമ്മൾ പഠിക്കണം, നല്ലപോലെ പഠിപ്പിച്ച് തന്നെ കുട്ടികളെ വളർത്തണം. അതേപോലെ തന്നെ കുട്ടികളുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്കും കൂടിയിട്ട് വിടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ബിക്കോസ് ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടധികം ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കഴിവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഞാനും അതേപോലെ നിധിമോളും ഇന്ന് ഈ സ്റ്റേജിൽ ഇരിക്കാൻ കാരണം. സോ നിങ്ങളുടെ കുട്ടികളുടെ കഴിവ് എന്താണോ അത് മനസ്സിലാക്കി നിങ്ങൾ അതിലോട്ടേക്ക് കുട്ടികളെ മാക്സിമം എൻകറേജ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വിടുക. താങ്ക് യു സോ മച്ച്. സംഗീത രംഗത്ത് വളർന്നു വരുന്ന യുവപ്രതിഭയും ക്ലാസിക്കൽ നൃത്തം നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കും. കഴിഞ്ഞ 2 വർഷമായി നമ്മുടെ കുട്ടികളെ സ്റ്റേജ് നൃത്തങ്ങൾക്ക് പരിശീലിപ്പിക്കുന്ന ജീവൻ സദാനന്ദന് സ്നേഹാദരവ് നൽകുന്നു. വാഴപ്പള്ളി LPSലെ പ്രതിഭകൾക്ക് സമ്മാന വിതരണം. ദിയ S 4B. അടുത്തത് A അമാനുള്ള ഖാൻ സ്മാരക അവാർഡ് വടക്കവീട് കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയെടുത്ത് തീർത്ഥ സുരേഷ് 4C. അടുത്തത് R ഗോപിനാഥൻ നായർ സ്മാരക അവാർഡ് അധ്യാപിക ശ്രീമതി A മുഹമ്മദ BB സ്മാരക അവാർഡ് ഹെഡ് മാസ്റ്റർ ശ്രീ ഹാരിസാർ ഏർപ്പെടുത്തിയത് ദിൽമ തൗഫീഖ് 3B. ഖലീഫ കുഞ്ഞ് സ്മാരക അവാർഡ് റിട്ടയർഡ് അധ്യാപിക ശ്രീമതി മറിയം ബീഗം ടീച്ചർ ഏർപ്പെടുത്തിയത് മുൻ മാനേജറായ നബീസ ബീവിയുടെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയത് സഖാവ് ഗോപാലകൃഷ്ണപിള്ള സ്മാരക അവാർഡ് മയ്യനാട് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റായിരുന്ന ശശാന്തി സ്മാരക അവാർഡ് റിട്ടയർഡ് അധ്യാപകനായിരുന്ന ശ്രീ ശശിധരൻ പിള്ളയുടെ സ്മരണാർത്ഥം അടുത്തത് VMA കുഞ്ഞ് സ്മാരക അവാർഡ് കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയത് ആരാധ്യ 2A. കുഞ്ഞ് സ്മാരക അവാർഡ് മകൻ SA റഷീദ് ഏർപ്പെടുത്തിയത് അഹമ്മദ് ബിലാൽ 2B. അടുത്തതായി വിങ്സ് അക്കാദമി നൽകുന്ന അവാർഡ് മുഹമ്മദ് ഇർഫാൻ R 2C. അടുത്തതായി ആദിശ്രീ 3C അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആദിശ്രീ 3C. അടുത്തതായി ബെസ്റ്റ് സ്റ്റുഡൻസ് അവാർഡ് മോർണിംഗ് സ്റ്റാറിലെയാണ്. ബെസ്റ്റ് സ്റ്റുഡൻസ് അവാർഡ് UKG. പ്രിയമുള്ള അധ്യക്ഷൻ, ഏതെങ്കിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവർ, 1991 മലപ്പുറം ജില്ലയിൽ ആണ് ഞാൻ എൻ്റെ സർവീസ് ആരംഭിക്കുന്നത്. 1992 വാഴപ്പള്ളി LP സ്കൂളിൽ ഞാൻ അധ്യാപകനായി പ്രവേശിക്കുന്നത്. മുമ്പേ പറഞ്ഞതുപോലെ ഈ ഇരിക്കുന്നതിൽ ഒരു 80% ആളുകളും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും ഹാഷിം സാറും അടക്കമുള്ള ആളുകൾ പഠിപ്പിച്ച തലമുറയാണ്. ആ തലമുറയുടെ അടുത്ത തലമുറയാണ് ഇപ്പം ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 92 സർവീസിൽ കയറുന്ന സമയത്ത് ചോരത്തിളപ്പോടെ സ്കൂളിൽ വന്ന് അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ഭാഗഭാക്കായി
അടുത്ത വർഷം പുതിയത് എന്താണ് നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് പരസ്പരം ആലോചിച്ചു. ഇപ്പം ഞാനും ആഷിം സാറും ജലീൽ സാറുമാണെന്ന് ചെറുപ്പക്കാരായി സ്കൂളുണ്ടായിരുന്നു. കുട്ടപ്പ സാറും സുമതിമ്മ ടീച്ചറും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ സ്കൂൾ വിട്ടാലും നമ്മുടെ സ്കൂളിൻ്റെ പുതിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുകയും അങ്ങനെ ഓരോ നൂതനമായ ആശയങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ സ്കൂളിന് ഉപകാരപ്രദമായ രീതിയിൽ ഓരോ വർഷം കഴിയുന്തോറും സ്കൂള് പാഠ്യപ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ചാത്തന്നൂർ ജില്ലയിലെ 70ഓളം സ്കൂളുകളിൽ എടുത്ത് പരിശോധിച്ചാൽ അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുത്താൽ എപ്പോഴും മേതിലൂർ വാഴപ്പള്ളി സ്കൂളിനായിരിക്കും ഒന്നാം സ്ഥാനം. അത് അന്നും ഇന്നും എന്നും തുടരുന്നു. അത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അധ്യാപകരും രക്ഷാകർത്താക്കളും മാനേജ്മെൻറ്റും എല്ലാം ചേർന്ന ഒരു കൂട്ടായ്മയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്നീ കാണുന്ന നേട്ടങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അധ്യാപകരെയും PTA ഒരുമിപ്പിച്ച് നമ്മളെ അതിൻ്റെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ അതാണ് നമുക്ക് വർഷങ്ങളായി, നമുക്ക് ഈ 38 വർഷമായി കലോത്സവത്തിൽ ഓവറോൾ കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കൊരു പുതുമയല്ല. 38 വർഷം ആയില്ലേ എന്നുള്ള സാധാരണഗതിയിലുള്ളത്. അത് നേടിയെടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലെന്നുള്ള മത്സരങ്ങളല്ല. അൺഎയ്ഡഡ് സ്കൂൾ കാശുള്ള കുട്ടികൾ, കാശുള്ള പള്ളിക്കൂടങ്ങളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 10,000-വും 15,000 ഫീസ് കൊടുത്ത് പഠിക്കുന്ന കുട്ടികൾ 25,000-വും 30,000-വും പൈസ കൊടുത്ത് മത്സരാർത്ഥികളെ കൊണ്ടുവരുന്ന സ്കൂളുകൾ. അവർക്കിടയിൽ നിന്നാണ് സാധാരണക്കാരൻ്റെ, കശുവണ്ടി തൊഴിലാളിയുടെ, കർഷക തൊഴിലാളിയുടെ കുട്ടികളെ ഞങ്ങൾ രാഗി മിനുക്കി എടുത്താണ് ഈ കലോത്സവത്തിലും എല്ലാം പങ്കെടുപ്പിച്ച് പ്രൈസുകൾ വാങ്ങാനാണ്. ഞാൻ ഇത്തരണത്തിൽ എൻ്റെ മാതാപിതാക്കളെ ഓർക്കുന്നു. ഒപ്പം എന്നെ ഈ സ്കൂളിൽ അപ്പോയിൻ്റ് ചെയ്ത മുൻ മാനേജർ മരണപ്പെട്ട ശ്രീ K. അലിയാർ കുഞ്ഞ്, അതുപോലെ തന്നെ ഈ മാനേജിംഗ് ട്രസ്റ്റി ഇതിലൊരാളായ അബു കാക്ക, അവർ വഴിയൊക്കെയാണ് ഞാൻ ഈ സ്കൂളിൽ എത്തിച്ചേർന്നത്. അവരെല്ലാം, അതുപോലെ തന്നെ എന്നോടൊപ്പം പ്രവർത്തിച്ച അധ്യാപകർ നസീമ ടീച്ചർ അടക്കം, മറിയം ബീഗം അടക്കം, തനുജ ടീച്ചർ അടക്കം, നസീല ടീച്ചർ അടക്കം, എൻ്റെ മുന്നേ റിട്ടയർ ചെയ്ത് പോയ അവരെ ഞാൻ ഓർക്കുന്നു. ഒപ്പം ആശ ടീച്ചർ ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ഇന്ന് റിട്ടയർ ചെയ്തില്ല, മെയ് 31 റിട്ടയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്നോട് വന്ന് ചോദിച്ചു, 4ാം ക്ലാസ്സിലെ കുട്ടികൾ, സാറ് റിട്ടയർ ചെയ്യേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, സാറുണ്ടെങ്കിൽ ഒരു വടിയൊക്കെ ആയിട്ട് ഇവിടെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. നല്ല അടി കൊണ്ട ആളുകൾ തന്നെയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അപ്പം അന്ന് അടിക്ക് പ്രശ്നമില്ല. ഇപ്പം അടിച്ചാൽ ആദ്യം പോലീസ് കേസ്, പിന്നെ FIR, പിന്നെ അവർ പറയും എത്ര ലക്ഷം രൂപ കൊടുക്കാൻ ഇത് ഒതുക്കി തീർക്കാം. ഇതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ അതിനെ അടിക്കാറില്ല. കാരണം എൻ്റെ വ്യക്തിപര അഭിപ്രായത്തിൽ കുട്ടികളെ അധ്യാപകൻ മാന്യമായി ശിക്ഷണം കൊടുത്ത് വളർത്തുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പം അങ്ങനെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ സ്കൂളിൻ്റെ ഇനി ഞാൻ റിട്ടയർ ചെയ്തു പോയാൽ നമ്മൾ ഒരുമിച്ചുണ്ടാക്കിയെടുത്ത ഈ പ്രസ്ഥാനത്തിൻ്റെ മഹിമ വർദ്ധിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായും റിട്ടയർ ചെയ്തു പോയി കഴിഞ്ഞാൽ അടുത്ത വാർഷികത്തിന് എന്നെ വിളിക്കുമായിരിക്കും. എന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏത് സമയത്തും നമ്മുടെ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പാഠ്യപ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ യാത്രയയപ്പിന് ഞാൻ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ആഷിം സാർ പറഞ്ഞ ഒരു കാര്യം കൂടി, ഇപ്പം തന്നെ ഡിസംബർ ആയപ്പോൾ തന്നെ ചില വീടുകളിൽ ചില ഓഫറുകളുമായി നിങ്ങളുടെ പല സ്കൂളുകളിലെ ആളുകൾ വന്നിട്ടുണ്ടാവും. ബാഗ് തരാം, കുട തരാം, ചെരുപ്പ് തരാം, യൂണിഫോം തരാം, ബസ് വെറുതെ തരാം. ഇതൊന്നും ഞങ്ങൾ വെറുതെ കൊടുക്കുന്നില്ല. നിങ്ങൾ കുട്ടികളെ ജയിപ്പിച്ചാൽ വൃത്തിയായി പഠിപ്പിച്ച് വൃത്തിയായി തരാം. ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മുമ്പിലുള്ള. അത് ഇന്നായാലും നാളെ ആയാലും എപ്പോഴായാലും ഞങ്ങൾക്ക് വ്യാഗം കൊടുത്തൊന്നും തരാനില്ല. നിങ്ങളെ കുട്ടികളെ ഏൽപ്പിച്ചാൽ അവൻ്റെ കഴിവെന്താണെന്ന് കണ്ടെത്തി അവനെ എത്രത്തോളം ഉയർന്ന രീതിയിലേക്ക് കൊണ്ടുപോകാം
ഇതിയെപ്പോലെ അങ്ങനെയുള്ള കുട്ടികളാക്കി ഏത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാമെന്ന് മാത്രം ഉള്ള ഉറപ്പാണ് ഞങ്ങൾക്ക് തരാനുള്ളത്. അത് ഞാൻ റിട്ടയർ ചെയ്താലും ഞാൻ ഇനിയും ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി വാഴപ്പള്ളി സ്കൂളിലേക്ക് കുട്ടികളെ അയച്ചോളൂ. ഞങ്ങളുടെ ഉത്തരവാദിത്തം തീർച്ചയായും നിർവഹിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഹാഷിം സാർ, അതുപോലെ ഉദ്ഘാടനം നിർവഹിച്ച മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് മുഹമ്മദ് റാഫി, അതുപോലെ സമ്മാന വിതരണം നിർവഹിച്ച മൃദുല വിജയ്, സീരിയൽ താരം, അതുപോലെ നിധി പ്രമോദ്, പൂർവ്വ വിദ്യാർത്ഥി ജെ മുംതാസ്, എം ഷൈല തുടങ്ങിയവരെ എത്തിച്ചേർന്ന രക്ഷകർത്താക്കൾ, നാട്ടുകാർ, കുട്ടികൾ, ഇതുമായി ബന്ധപ്പെട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും വാഴപ്പള്ളി ടീച്ചറുടെ പേരുള്ള നന്ദി അറിയിക്കും.